നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജയശ്രീ ഗോപാലകൃഷ്ണൻ. എൻ്റെ അമ്പലത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. കാരണം എൻ്റെ എല്ലാ തുടക്കങ്ങളും നേർച്ചയും എല്ലാം ജീവിതത്തിലെ ഓരോ ചുവടുവയ്പ്പിനും എൻ്റെ കൂടെ നിന്നത് ഈ ക്ഷേത്രത്തിലെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ അമ്മയാണ്, എൻ്റെ ഭഗവതി ഭദ്രകാളി. ഇത് കണ്ണാശുപത്രിയുടെ താഴെ സ്ഥിതി ചെയ്യുന്ന ഐക്യരമൂല ദേവീക്ഷേത്രം. ഞാൻ കളിച്ച് വളർന്ന് പൂജിച്ച് എൻ്റെ ഒരു കുടുംബക്ഷേത്രമാണ്. ഇന്നും ഞങ്ങൾ കുടുംബക്കാർ തന്നെയാണ് ഇത് പരിപാലിച്ചുകൊണ്ട് പോകുന്നത്. വളരെ ചരിത്രമുള്ള ഒരു ക്ഷേത്രമാണിത്. അതായത് ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് 300-ലധികം വർഷങ്ങൾ പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. എൻ്റെ അമ്മുമ്മയാണ് ഒരു കാലത്തത് പൂജ ചെയ്തിരുന്നത്. അപ്പം ഞങ്ങളുടെ ഈ ക്ഷേത്ര ഭൂമിക്കെതിരെ ഉള്ളത് കണ്ണാശുപത്രിയാണ്. അപ്പം എൻ്റെ അമ്മുമ്മ ഇവിടെ പൂജ ചെയ്തിരുന്ന കാലത്ത് കണ്ണാശുപത്രിയിൽ വരുന്ന രോഗികൾ പോലും അമ്മുമ്മയെ കാണാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ ഇവിടെ വന്നിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മുമ്മയ്ക്ക് അനുഗ്രഹം വരുമായിരുന്നു, അമ്മുമ്മത്തുള്ളിയൊക്കെ പറയുമായിരുന്നു. അന്ന് ഇവിടെ ഒരുപാട് ഗുരുസി, പൂപ്പട, അങ്ങനെ ഒരുപാട് ഒരു തെക്കതായിരുന്നു, നിറച്ച് മരങ്ങളുള്ള ഒരു തെക്കതായിരുന്നു. ആ തെക്കതിൽ വാളും ചിലമ്പും പീഠവും അത് വെച്ചായിരുന്നു പൂജ ചെയ്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് തലമുറകൾ മാറിയപ്പോൾ ആ കാവൊക്കെ എൻ്റെ അമ്മയുടെ വല്യമ്മാവൻ തന്നെ വെട്ടി നിരത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അത്രയും നിറച്ച് മരങ്ങളുണ്ടായിരുന്ന ഒരു കാവാണിത്. അമ്മുമ്മയുടെ തലമുറയിൽപ്പെട്ട ആർക്കോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പതിച്ചു കൊടുത്ത ഒരു ഭൂമിയാണ് ഇതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവരൊക്കെ പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. അപ്പോൾ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ എന്തോ പട നയിച്ചിരുന്ന ആളൊക്കെ ആയിരുന്നു എൻ്റെ അമ്മയുടെ വല്യമ്മാവൻ. അപ്പോൾ വല്യമ്മാവന് അവരെ കളരി അഭ്യസിക്കാൻ വേണ്ടി പതിച്ചു കൊടുത്തൊരു ഭൂമിയാണിത്. ആ ഭൂമിയിൽ പിന്നെ കളരി ദേവത ആ ആരാധന മാറി പിന്നെ ഭദ്രകാളിയായ ആ ആരാധനയാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം 10-13 സെൻറ്റിനകത്താണ് ഈ ഭൂമി നിൽക്കുന്നത്. ഇതിനകത്ത് കാരണം ഞങ്ങളുടെ കുടുംബക്കാർക്കെല്ലാം ഒരു രക്ഷയായിട്ട് നിൽക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ ഭഗവതി. ഞങ്ങളുടെ വിശ്വാസം അതാണ്. സ്വന്തക്കാരെയും കുടുംബക്കാരെയും എല്ലാം കാട്ടിലും നാട്ടുകാരെ അത്ര വിശ്വാസം നാട്ടുകാർക്ക് ഈ അമ്പലത്തിലുണ്ട്. ഇതിലെ ഏറ്റവും പ്രാധാന്യം അല്ലെ ചൈതന്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു പനയുണ്ട്. ആ പനയിലാണ് തമ്പുരാനും യക്ഷിയമ്മയും വാഴുന്നു എന്നുള്ളതാണ് വിശ്വാസം. ഇവിടെ ഈ സിറ്റിക്കകത്ത് ഒരു അമ്പലത്തിൽ, കാരണം സിറ്റിയുടെ നടുഭാഗമാണെന്ന് തന്നെ പറയാമല്ലോ. അപ്പം ഇവിടെ ഒരു ഇത്രയും സിറ്റിക്കകത്തുള്ള ഒരു അമ്പലത്തിൽ ഇത്രയും വർഷമായിട്ട് ഒരു പന ഒന്നിലും കുലുങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു അമ്പലത്തിലാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതാണ് സത്യവും. ആ അമ്പലത്തിലാണ് ഞങ്ങൾ ശിവൻ മാടൻ തമ്പുരാൻ ആ ഒരു സങ്കല്പത്തിലാണ് ആരാധന. തൊട്ടടുത്ത് യക്ഷിയമ്മയുണ്ട്. എല്ലാ കുടുംബക്ഷേത്രങ്ങളിലെയും ഉപദേവതകളെ പോലെ ഇവിടെയും ഉപദേവതകൾ എന്ന് പറയുന്നത് മന്ത്രമൂർത്തി, യോഗീശ്വരൻ, പിന്നെ കരിങ്കാളി ദേവിയെ ഇപ്പോഴും നമ്മൾ ഉപദേവതയായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു കാലത്ത് ഇവിടുത്തെ പ്രധാന ആരാധന കരിങ്കാളി ദേവിക്കായിരുന്നു. വീണ്ടും ഇപ്പോൾ പ്രശ്നം വെച്ചപ്പോൾ തെളിഞ്ഞത് ഇനി അതിലേക്ക് കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ ഒരു ഗണപതി ക്ഷേത്രവും ഒരു കരിങ്കാളി ക്ഷേത്രവും കൂടെ ഇതിനകത്ത് പണിയാനുള്ള ഒരു ശ്രമത്തിലാണ് ഞങ്ങൾ. ഞങ്ങളെക്കാട്ടിലും സ്വന്തക്കാരെയും ബന്ധക്കാരെയും കാട്ടിലും എല്ലാം കൂടുതൽ സഹകരിക്കുന്ന നാട്ടുകാരാണ്. ഇത് ചൊവ്വ, വെള്ളി, ഞായർ ഈ 3 ദിവസങ്ങളാണ് അമ്പലം തുറക്കുന്നത്. അതുപോലെ പിന്നെ പൗർണമി ദിവസം, മലയാള മാസം 1-ാം തീയതി, പിന്നെ വിശേഷപ്പെട്ട എല്ലാ ദിവസങ്ങളും, എല്ലാ ആയില്യത്തിനൂടെ പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ദിവസങ്ങളാണ് ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതുപോലെ എല്ലാ ആദ്യത്തെ ഞായറാഴ്ച, മലയാള മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഇവിടെ ഒരു കഞ്ഞിവീഴ്ത്തുണ്ട്. ആ കഞ്ഞിവീഴ്ത്ത് ഇവിടെ വളരെ ചിട്ടയായിട്ട് നടന്നു പോകുന്നത്. 2013 ആരംഭിച്ചതാണ്. അന്ന് മുതൽ 2025 ഫെബ്രുവരി വരെ ഞങ്ങൾക്ക് ഇത് കഞ്ഞി ബുക്കിംഗ് ആയി കഴിഞ്ഞു. അത് ഞങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഇവിടെ കഞ്ഞി വയ്ക്കുന്നതും. അതൊരു വലിയൊരു രസമുള്ളൊരു സംഭവമാണ്. ഇവിടെ രാവിലെ സ്ത്രീകളെല്ലാവരും വന്ന് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഞങ്ങൾ തന്നെ കഞ്ഞി ഉണ്ടാക്കുന്നു. അത് ഉച്ചയ്ക്ക് അത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു. അത് വർഷങ്ങളായി, ഇപ്പോൾ 11, 12, 13 വർഷത്തിലേറെയായി ഒരു മുടക്കവും ഇല്ലാതെ നടന്നു വരുന്നുണ്ട്. എൻ്റെ സഹോദരനാണ് അതിൻ്റെ സെക്രട്ടറി, എൻ്റെ ഭർത്താവാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. പിന്നെ വനിതാ മാതൃസമിതിയുടെ ഇതായിട്ട് ഞങ്ങളുമൊക്കെ കുറേ സ്ത്രീകളുണ്ട് ഇതിൽ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ ക്ഷേത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പണ്ടിതൊരു കാവായിരുന്നു. കാവിൽ മൊത്തം മരങ്ങളായിരുന്നു. അതായത് വരിക്കപ്ലാവ്,
വരിക്ക മാങ്ങ, പഞ്ചാര മാങ്ങ, പാണ്ടിമാങ്ങ ഇങ്ങനെ നിറച്ച് മാവും പ്ലാവുകളും ഒരു ചെറിയ കുളവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ പണ്ടുള്ളവരതെല്ലാം നശിപ്പിച്ചു. അപ്പോൾ ഇന്ന് വീണ്ടും ഞങ്ങൾ നട്ടുപിടിപ്പിച്ചതിൽ ഒരു വലിയ വളരെ പൊക്കത്തിലൊരു കണിക്കൊന്ന മരമുണ്ട്. അതുപോലെ ആ പനയും ഞങ്ങൾ അങ്ങനെ സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അതിശയമായിട്ട് തോന്നിയത് ഞങ്ങളെ പ്രതിഷ്ഠ അമ്പലം പുതുതായിട്ട് പണിഞ്ഞപ്പോൾ ആ ദേവിക്ക് എതിർവശത്തായിട്ടൊരു പാലമരം. ആ പാല വളരെ ഒരു ചെറിയ തൈയായിട്ടാണ് അന്ന് ആ പ്രതിഷ്ഠാനത്തിൽ നമ്മൾ കണ്ടത്. അപ്പം പാലയായതുകൊണ്ട് നമ്മളതൊക്കെ പിഴുത് കളയാനുള്ളൊരു മടി അങ്ങനെയാണ്. പക്ഷെ അത് നമ്മൾ പറയില്ലേ, കാണെ കണ്ണിറങ്ങിയെന്ന്, അതുപോലെ ആ മരം അത്രയും പെട്ടെന്ന് അത് വളർന്നിപ്പം അത്രയും പൊക്കത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര നയന മനോഹരങ്ങളായിട്ടുള്ള 3-4 കാഴ്ചയാണ് ഈ മരങ്ങൾ. അപ്പോൾ എൻ്റെ ഒരു ഭാഗമാണ് ഈ അമ്പലം എന്ന് പറയുന്നത്.